നമസ്കാരം. ജീവൻ ടി വി പ്രേക്ഷകരെ ഏവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മനോഹരമായ ദുബായിലാണ്. നല്ലൊരു ബിസിനസ്മാനെയാണ് ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. 31 വർഷങ്ങൾക്ക് മുമ്പേ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരികയും അദ്ദേഹത്തിൻ്റെ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. മോർ ദാൻ മീ സേയിങ് ദാറ്റ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ആസ്ക് സോ മെനി ക്വസ്റ്റ്യൻസ് വിത്ത് ഹിം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ അതിഥി ശ്രീ ഹാരിസ് ആണ്. അദ്ദേഹം ബിസ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ്. FMCG പ്രോഡക്ട്സ് ആസ് വെൽ ആസ് ഫ്രോസൺ ഫുഡ്സ് ഹോൾസെയിൽ ആസ് വെൽ ആസ് റീറ്റെയിൽ ജനറൽ ട്രേഡിംഗ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. ഇന്ന് വീണ്ടും ഒരു മലയാളിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ആൻഡ് ഇന്നത്തെ സാറിൻ്റെ ഒരു ജീവിത എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന എപ്പിസോഡ് കാണുന്ന ഒരുപാട് വ്യൂവേഴ്സിന് ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ഓഫ് എന്താ പറയുക ഒരു മോട്ടിവേഷൻ ഫാക്ടർ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാൻ തുടങ്ങുകയാണ്. നമുക്ക് നാട്ടിൽ നിന്ന് തുടങ്ങാം. ജന്മസ്ഥലം, കുടുംബമായി. ജന്മസ്ഥലം പുതിയകാവ്, മതിലകം പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. കുടുംബം പുന്നിലത്ത് തറവാട്ടിൽ. മുഹമ്മദ് എന്നാണ് ഫാദറിൻ്റെ പേര്. മദർ സഫിയ. ഫാദർ ഇൻകം ടാക്സ് ഓഫീസറായി റിട്ടയർ ചെയ്ത് തൃശ്ശൂരിൽ നിന്ന്. മാതാവ് 4 വർഷം മുൻപ് മരണപ്പെട്ടു. ഞങ്ങൾ 4 കുട്ടികളാണ്. ഞാൻ മൂത്തത് സിസ്റ്ററാണ്, ഡോക്ടറാണ്. കോട്ടയ്ക്കൽ. അവർ സ്വന്തമായിട്ട് ഹോസ്പിറ്റലാണ്, ഗൈനക്കോളജിസ്റ്റാണ്. പിന്നെ രണ്ടാമത്തെ ഞാൻ ആണിൽ മൂത്തതായിട്ട്. പിന്നെ എനിക്ക് താഴെയുള്ള 2 പേര്. എനിക്ക് താഴെയുള്ള ആളും ദുബായിൽ ബിസിനസ് തന്നെയാണ്. മൂന്നാമത്തെ ആള് താഴെയുള്ള ആള് അബുദാബിയിലാണ്. എല്ലാവരും ബിസിനസ്സിൽ തന്നെയാണുള്ളത്. സാർ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം നമുക്ക് സംസാരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നേ കാലഘട്ടങ്ങളിൽ ഈ 31 വർഷം എന്ന് പറയുമ്പോൾ കുറച്ച് ബാക്കിലോട്ടാണ്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് പേര് ഈ ഗൾഫ് കൺട്രീസിന് വരാനുണ്ടായിരുന്ന സാഹചര്യം സാമ്പത്തികം, വീട്ടില് അത്ര സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കുടുംബത്തിന് നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവര് വന്നതാണ് ഈ ഗൾഫ് എന്ന് പറയുന്ന ഈ കൺട്രി. സാറിന്റെ വരവിന്റെ പിന്നാലെ എന്തായിരുന്നു ഉദ്ദേശം? എന്തായിരുന്നു? സാമ്പത്തികപരമായിട്ടാണോ, അല്ല നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് വേണം, നമ്മുടെ സെൽഫ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? എൻ്റെ ഫാദർ ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. ഒരു പൈസ പോലും കൈക്കൂലി വാങ്ങിക്കാതെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു നിലപാടായിരുന്നു. അപ്പോൾ ഫാദറിനെ സഹായിക്കണം, അതോടൊപ്പം തന്നെ സ്വയമായിട്ട് ഉയരണം. അന്ന് ഗൾഫിനൊക്കെ ഒരു പ്രളയത്തിന്റെ സമയമായിരുന്നല്ലേ, ഒരു നല്ലൊരു ടൈമായിരുന്നു. അതെ അതെ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയെങ്കിലും ഇങ്ങനെ വരണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴും ഇവിടുത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കുറേ മനസ്സിലായത്. പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുറേ നാളുകൾ ഞാൻ ജോലിയിലായിരുന്നു. ജോലിയിൽ നിന്ന് ഏകദേശം 14 വർഷത്തോളം ഒരു ജോലിയിൽ നിന്ന്. സ്റ്റാർട്ടിങ് സാലറി 800 ദിർഹംസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവർ കുറേശ്ശെ കൂട്ടി തന്ന് ഒടുവിൽ 4-5 വർഷത്തേപ്പോൾ എന്നെ ഒരു പാർട്ണർഷിപ്പ് ബേസിൽ കൊണ്ടുവന്നു. പിന്നെ അതോടൊപ്പം തന്നെ 14 വർഷത്തോളം അവിടെ നിന്നു. സ്ഥാപനത്തിൽ തന്നെ പാർട്ണർഷിപ്പിൽ അതെ. ഞാൻ പോരണം എന്ന് പറഞ്ഞപ്പോൾ അവർ താല്പര്യത്തിൽ പോകാതിരിക്കാൻ നല്ല ആളുകളായിരുന്നു. അവർ ഫാദറിനായിട്ടുള്ള ഒരു അടുപ്പത്തിൽ അവർ നമ്മളെ കൊണ്ടുവന്നതും അതുപോലെ തന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. 12, 13, 14, 15 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് എന്നെ ആ സ്ഥാപനത്തിന് ഉയർത്തിക്കൊണ്ടിരുന്ന വലിയൊരു ആഗ്രഹം. എനിക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവർ തന്നിരുന്നു. ആക്ച്വലി ഈ പറയുന്ന സെന്റൻസ് വളരെ ശ്രദ്ധിക്കേണ്ട സെന്റൻസ് ആണ്. കാരണം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഫ്രീഡം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. വേറെസ് നിങ്ങൾക്ക് ഒരു എന്താ പറയാ, താങ്കൾക്ക് ആ ഒരു റെസ്ട്രിക്ഷൻസോ അതൊന്നും ഇല്ലാതെ നമ്മൾ എന്താണോ, നമ്മുടെ കഴിവ് എന്താണോ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടി. അവിടെ നിന്നാണ് ഉയർച്ച ഉണ്ടാവുന്നത്. സോ ഫാമിലിനെ സാമ്പത്തികപരമായിട്ട് സഹായിക്കണം അല്ലെങ്കിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു നിർബന്ധം ഇല്ലായിരുന്നു ഇവിടെ വരുമ്പോ, അല്ലേ? ഇല്ല, അങ്ങനെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ പൈസ അയച്ചില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കായൊന്നുമില്ല. ഫാദർ തന്നെ എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് വർക്ക് ചെയ്യണം, മുന്നോട്ട് പോരണം എന്നുള്ളൊരു ആഗ്രഹം. അത് ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ വന്ന നിരവധി പേര് ഇങ്ങനെ സാമ്പത്തികപരമായി സപ്പോർട്ട് ചെയ്യണ്ട എന്നുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തികൾ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ നിലപാടും അത് എന്താ പറയാ പിടിച്ചു നിൽക്കാൻ പറ്റാതെ തിരിച്ചു പോയവരുണ്ട്. അപ്പൊ ആ ഒരു ഇതില് സാറ് പെട്ടില്ല. സാറ് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുവിധം എസ്റ്റാബ്ലിഷ് ആവണം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇത്രയും വർഷങ്ങൾ ആ കമ്പനിയിൽ സാറ് വർക്ക് ചെയ്ത്
ആ വർക്ക് ചെയ്ത കമ്പനിയിൽ പാർട്ട്ണർഷിപ്പ് നേടിയെടുക്കുക പറയുന്നത് സംതിങ് വെരി വെരി എന്താ പറയുന്ന ഒരു വ്യക്തിനെ എന്താണ് എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു വർക്കറിനെ നമ്മൾ പാർട്ട്ണർ ആക്കുക എന്ന് പറയുമ്പോൾ സോ യു ഹാവ് പ്രൂവൻ യുവർ എബിലിറ്റി ദർ. സാറിന്റെ വർക്കിംഗ് ജീവിതകാലത്തിനെ കുറിച്ച് പറയൂ. കാരണം എത്ര മണിക്കൂർ വർക്ക് ചെയ്യും, വർക്ക് ചെയ്യുമ്പോൾ സാറ് ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾസ് എന്താണ്, ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഷോപ്പിലൊക്കെ ആകുമ്പോൾ സാധാരണ നോർമൽ മറ്റു ബിസിനസ് ജോലി വിട്ടുകൊണ്ട് വർക്ക് ടൈം കൂടുതലായിരിക്കും. എന്ന് കഴിഞ്ഞാൽ അതൊന്നും കാര്യമായി നോക്കാതെ തിരിച്ച് നോക്കാതെ 12, 13, 14, 15 മണിക്കൂറുകൾ വളരെ സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളത് എനിക്കൊരു ഇതായിരുന്നു. കാരണം ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളത്, എൻ്റെ കാരണവന്മാർ എനിക്കങ്ങനെ ശീലിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോളിസിയിൽ കൂടെ മുന്നോട്ട് പോകുന്നു. ഇത്രയും മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, അയ്യോ എന്തിനാ ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്, നാട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? ഇല്ല അങ്ങനെ തോന്നിട്ടില്ല. ഐ ഹാവ് ടു വർക്ക് ഹാർഡ് എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിന്നത്. അത് സാർ നേരത്തെ പറഞ്ഞ കാരണവന്മാരിൽ നിന്ന് കിട്ടിയ ശീലമാണ്. കാരണവന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളും അമ്മാവൻ സ്റ്റേറ്റസിൽ ഇരിക്കുന്നവരാണ്. സാറിന്റെ ജീവിതത്തിൽ സാറിന്റെ പാരന്റ്സ് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് അവർ തന്നെയാണ് നമ്മളല്ലാതെ അനുഗ്രഹങ്ങളും അവരുടെ അനുഗ്രഹങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ നിന്ന് പോരുന്നത്. പ്രധാനമായിട്ട് എല്ലാ ഉപദേശങ്ങളും നല്ല നിർദ്ദേശങ്ങളും ഓരോ കാര്യങ്ങൾക്ക് ഇപ്പോഴും ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഫാദറിനോട് വിളിച്ച് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മതപ്രകാരം തന്നെയാണ് ചെയ്യാറ്. ഇപ്പോഴും അദ്ദേഹം ഇപ്പോൾ 84 ഇയേഴ്സ് വളരെ ഉഷാറാണ്, ദൈവാനുഗ്രഹം കൊണ്ട്. അതെ അദ്ദേഹത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണത്. അത് എന്നും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലേ, ഇന്നും രാവിലെയും വിളിച്ചിരുന്നു. ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. കൂടാതെ എൻ്റെ സ്ഥാപനങ്ങൾ തുറക്കുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ടാണ് ഓപ്പൺ ചെയ്യിക്കാറ്. സ്പോൺസറും ഉണ്ടാവും, എൻ്റെ ഫാദറും ഉണ്ടാവും. ഫാദറിന് മുൻഗണന കൊടുത്തുകൊണ്ട് ഐ ഫീൽ സോ മച്ച് റെസ്പെക്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ജനറേഷൻ പാരൻസിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ നിങ്ങൾക്കൊന്നും അറിയില്ല, യു ഡോണ്ട് നോ എനിത്തിങ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഫാദർ 84 ഇയേഴ്സ് ആയി, ആൾമോസ്റ്റ് നമുക്ക് 2 ജനറേഷൻസ് അവേ ആയി. ഇന്നത്തെ ജനറേഷനിൽ നടക്കുന്ന കാര്യങ്ങളും അദ്ദേഹം ജീവിച്ച ആ ജനറേഷനിൽ നടന്ന കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. പക്ഷേ എങ്കിലും ഫാദറിനോട് ചോദിച്ചിട്ട് ഫാദർ ഗൈഡ് ചെയ്യുന്ന ആ വഴിയിലാണ് സാർ ട്രാവൽ ചെയ്യുന്നത്. എത്രത്തോളമാണ് ഫാദറിന്റെ ഡെസിഷൻസ് ഒക്കെ കറക്റ്റ് ആവാറുള്ള 100% കറക്റ്റ് ആവാറുണ്ടോ? എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ ഉപദേശം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്നുവരെ തെറ്റിയിട്ടില്ല. കൊണ്ട് വളരെ പെർഫെക്റ്റ് ആണ്. അതാണ് ഞാനൊരു ലാസ്റ്റ് വാക്കായിട്ട് എടുക്കാറ്. പലതും പല കാര്യങ്ങളും നമ്മൾ ഇത് ഐഡിയയിൽ വരും. പക്ഷേ എന്തിരുന്ന് അതിൽ മാക്സിമം നമ്മൾ ആലോചിച്ചുകൊണ്ട് ഒടുവിൽ ഫാദറിനായിട്ട് ആലോചിക്കും. ഫാദർ പറയുന്ന രീതിയിൽ നീങ്ങും. അതാണ് അച്ഛൻ്റെ മകനെ ജനിച്ചതിൽ ഒരുപാട് പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. വെരി നൈസ് എക്സലന്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാരൻസിനെ നമ്മൾ എത്രത്തോളം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ നല്ലതേ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ് അവരുണ്ടാവുന്നത്. ഉമ്മ 4 വർഷം മുമ്പ് മരണപ്പെട്ടു. ഇപ്പോഴും ഉമ്മയെ ഫീൽ ചെയ്യാറുണ്ട്? തീർച്ചയായിട്ടും എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. ഇപ്പം അമ്മ ഒരുപോലെ തന്നെ ആയിരുന്നു. നമ്മളെ എല്ലാ കാലഘട്ടങ്ങളിലും ഒരുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. പെട്ടെന്ന് ഉമ്മ മരണപ്പെട്ടു പോയി. പിന്നെ മാതാപിതാക്കളുടെ ബ്ലെസ്സിങ്ങും ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹവും സപ്പോർട്ടും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ എന്ത് ജീവിതത്തിൽ എത്രയും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ക്രോസ് ചെയ്ത് നമുക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കും. നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ആ ഒരു അനുഗ്രഹത്തോടുകൂടി നമ്മൾ എന്ത് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാലും അത് നടക്കുമെന്ന് നമുക്കൊരു നമ്മളുടെ മനസ്സിനെ പറയും. അത് തീർച്ചയായിട്ടും നടക്കും. സ്ഥലം എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും, എന്നാലും നടന്നിരിക്കും എന്ന് ആ ഒരു ആത്മവിശ്വാസത്തിലാണ് പോകുന്നത്. വെരി നൈസ്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ എത്രയായിരുന്നു പ്രായം? ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പോകുന്നത്. ഡിഗ്രി ആൾമോസ്റ്റ് 20-21 ആ ഏജിലാണ് വന്നത്. 19 years 20 ഒക്കെ പോകുന്നുണ്ട്. ഇന്ന് ഒരു ലെവലിൽ ഇന്നൊരു നല്ലൊരു വലിയ ഓൺട്രപ്രണർ ആയിട്ടാണ് താങ്കൾ നിൽക്കുന്നത്. താങ്കളുടെ ജീവിതത്തിന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നുണ്ട്? സിൻസിയറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും എത്തിപ്പെടാവുന്ന രീതി തന്നെ തോന്നുന്നത്. ഒരുപാട് സംതൃപ്തിയുണ്ട്, ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടുള്ള ജീവിതം, ഇനിയിപ്പോൾ നമ്മൾ 19-20 വയസ്സിൽ ഇവിടെ വരികയും ഇന്ന് നിൽക്കുന്ന ഈ പ്രായത്തിൽ സാർ ഒരു എന്താ പറയുക ഒരു കിങ്ഡം നേടിയെടുത്തിട്ടുണ്ട്. അത് സാറിൻ്റെ ഒരു കിങ്ഡമാണ്. അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ടേക്ക് എന്തെങ്കിലും വിഷൻ ഉണ്ടോ? ലൈക്ക് എനിക്ക് ഇത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ജീവിത അഭിലാഷമാണ് ഇങ്ങനെ ചെയ്യാനുള്ളത്, അങ്ങനെ വല്ലതും ഉണ്ടോ സാറിൻ്റെ മൈൻഡ്? എന്നാൽ കഴിയുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാക്സിമം എന്തുമാത്രം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാണ്ട് അങ്ങനെ വലിയൊരു ഇതൊന്നുമില്ല. സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ജീവിക്കണം. ഓക്കെ, കമ്മിങ് ടു യുവർ ബിസിനസ്, ഏത് വർഷമാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞല്ലോ, അത് സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു? അത് 86 ഒക്ടോബർ
10-ാം തീയതി ഞാൻ വീട്ടിൽ നിന്ന് പോന്നു. 86 ഒക്ടോബർ 10th ഇവിടെ വന്ന് പിറ്റേ ദിവസം മുതൽ വർക്ക് ചെയ്തു തുടങ്ങി. ഏകദേശം 14 വർഷത്തോളം അവിടെ വന്ന് അവരെല്ലാ സഹകരണങ്ങളെ കൊണ്ടും സപ്പോർട്ടുകളെ കൊണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുവിധം മനസ്സിലാക്കാൻ സാധിച്ചു ദൈവാനുഗ്രഹം കൊണ്ട്. പിന്നെ അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഒരു വർഷം അവിടെ നിന്ന് മാറി നിന്ന് പിന്നീട് വന്നിട്ട് സ്വന്തമായിട്ട് അവിടെ ഒരു ഷോപ്പ് എടുത്ത് അതിൽ നിന്ന്. അപ്പോൾ 87 തുടങ്ങി ബിസിനസ്? ഇല്ലില്ല, 86 മുതൽ 2000 വരെ ഞാനവിടെ ജോലി ചെയ്യായിരുന്നു. 2000 വരെ ആ ജോലി ചെയ്യുന്നതിനടക്കണം ആദ്യത്തെ ഒരു വർഷം 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പാർട്ണർഷിപ്പ് അവിടുത്തെ ഞാൻ പോരണം എന്ന് അവിടുന്ന് വിട്ടുമാറി പോരണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ ആദ്യം ഒരു ചെറിയൊരു പെർസെൻറ്റേജ് തന്നു. അവരാദ്യം സാലറി ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പിന്നെ ഞാൻ പോരണം നിർബന്ധം പറഞ്ഞപ്പോഴാണ് പാർട്ണർഷിപ്പ് തന്ന്. പിന്നെ പാർട്ണർഷിപ്പിന്റെ പെർസെൻറ്റേജ് കൂട്ടി തന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒഴിവായി പോകുന്നതാണ്. 2000 അന്ന് വെച്ച പേരാണ് ബിസ്മി? അല്ല, അന്ന് വെച്ച് വേറെ പേരിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നല്ലൊരു സ്പോൺസറെ കിട്ടി, വളരെ സപ്പോർട്ടായിട്ടുള്ള ഇതിൽ. സോ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഇത് തന്നെ ആയിരുന്നു? ആദ്യം ജനറൽ ട്രേഡിംഗ് തന്നെയായിരുന്നു. സോ 2000 ജനറൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ബിസ്മി എന്ന് പറഞ്ഞ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഏകദേശം 6 വർഷമായിട്ടുണ്ട്. 6 വർഷമായി. 2010 സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും നമ്മൾ ഈ ജോലി ചെയ്ത് ഈ ബിസിനസ് മാൻ ആയിട്ടുള്ള ഈ ട്രാൻസിഷൻ പീരിയഡ് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ഫ്രീഡം കിട്ടി എൻ്റെ ജോലിയിൽ. അത് എത്ര സമയം വേണമെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. എൻ്റെ എബിലിറ്റീനെ എന്നെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റി. അത് നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു എന്താ പറയുക വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. വെൻ വി ആർ എൻ എംപ്ലോയി, വെൻ യു ബിക്കം എൻ എംപ്ലോയർ നമ്മൾ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. ബിക്കോസ് നമ്മോടൊപ്പം നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യുന്ന നമ്മുടെ എംപ്ലോയീസ് അവർക്ക് വേണ്ടി എക്സ്ട്രാ ഹവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും. എങ്ങനെയായിരുന്നു ഈ ട്രാൻസിഷൻ പീരീഡ് ഹാൻഡിൽ ചെയ്തത്? ഈസി ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ബിസിനസ്സിൽ വന്ന കാലഘട്ടങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്? സ്വന്തമായിട്ട് വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമായിട്ട് നമുക്ക് നല്ല ടീമിനെ എനിക്ക് യോജിക്കാവുന്ന നല്ല സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന നല്ല ടീമിനെ എന്നോടൊപ്പം കിട്ടി. അതിൻ്റെ പേരിൽ എന്നോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെയും ഒരുമിച്ച് ഞങ്ങളൊരുമിച്ച് തന്നെയുള്ളൊരു സെയിലിംഗ് ഇൻ ദ സെയിം ബോട്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. സാറിന്റെ ജീവിതത്തിൽ സാറിന് ഒരു ഫ്രീഡം കിട്ടി ആസ് എ വർക്കർ. ഇന്ന് അതേ ഫ്രീഡം സാറിന്റെ എംപ്ലോയീസിന് തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതാണല്ലോ, തീർച്ചയായിട്ടും ഞാൻ കൊടുക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അത് നമ്മൾ നോക്കുക, അന്വേഷിക്കുക, അതിലെന്തെങ്കിലും പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല. ഫുള്ളായിട്ട് ഫ്രീഡം കൊടുക്കാറുണ്ട് എല്ലാവർക്കും. കാരണം പലരും പലതരത്തിലുള്ള കഴിവുകളാണ് ഉണ്ടാവുക, നമുക്കറിയാൻ പറ്റില്ലെന്നും. അവർക്ക് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാനും പറ്റുള്ളൂ. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു വർക്കറായിട്ട് നേടിയെടുത്ത എക്സ്പീരിയൻസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഒരു ബിസിനസ് മാനായിട്ട് നമ്മൾ നൽകുന്ന ജീവിതം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സാറിൻ്റെ ഓർഗനൈസേഷനിൽ എന്ത് സിസ്റ്റമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മൾ ഏത് രീതിയിൽ നമുക്ക് വളരാൻ ചാൻസ് കിട്ടിയോ എന്ന രീതിയിൽ തന്നെ നമ്മൾ അതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നും തീർച്ചയായിട്ടും ഫുൾ ഫ്രീഡം കൊടുക്കുക, അവരാ ഫോക്കസ് ചെയ്യുക, അവരുടെ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുക. ബിസിനസ്സിൽ നല്ല ട്രാൻസ്പെറൻസി ഉണ്ട് വിത്ത് എംപ്ലോയീസ് ആൻഡ് യുവർസെൽഫ് അല്ലേ? ട്രാൻസ്പെറൻസി ഉണ്ട്. എന്തുണ്ടെങ്കിലും സ്ട്രെയിറ്റ് ഫോർവേഡായി സംസാരിക്കും. അവർക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ അവർ വന്ന് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ആദ്യം മുതലേ എനിക്ക് തോന്നുന്നത് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് വന്ന് ജോയിൻ ചെയ്ത എംപ്ലോയീസ് ഇപ്പോഴും സാറിന്റെ സ്ഥാപനത്തിൽ മിക്കവാറും ഉള്ള ആളുകളുണ്ട്. പോയിരുന്നുണ്ട്, ചില കുറച്ച് പേര് പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. പുറത്ത് കമ്പനികളിൽ 2 വർഷം 3 വർഷമൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് താല്പര്യത്തോടെ വന്നിട്ട് അവരൊന്ന് സന്തോഷത്തോടെ നിന്ന് പോകുന്നുണ്ട്. സോ ബിസ്മി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ജനറൽ ട്രേഡിംഗ് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത്. ഫുഡ്, നോൺ ഫുഡ്, ഫ്രോസൺ ഫുഡ്, കോസ്മെറ്റിക്സ് ഐറ്റംസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. മോസ്റ്റ്ലി അത് ഹോൾസെയിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഹോൾസെയിൽ ഇപ്പോൾ 7 ഔട്ട്ലെറ്റുകളും ഉണ്ട്, ദുബായിലായിട്ടും മലയിലായിട്ടും. പിന്നെ കൂടാതെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അത് ഓൾ ഓവർ UAE. അതിൽ ചില ഡിസ്ട്രിബ്യൂഷൻ നല്ല ബ്രാൻഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പറ്റി നല്ലൊരു ടീം നമ്മുടെ ഇത് വേറെ സെക്ഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്. FMCG പ്രോഡക്ട്സിന്റെ ഹോൾസെയിൽ ഡിവിഷനാണ്. സോ ഈ ഹോൾസെയിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അങ്ങനെയായിരിക്കും സൂപ്പർ മാർക്കറ്റ്. അങ്ങനെയാണ് അതിനെ പറ്റി ചിന്തിച്ചിട്ടുള്ളത്. കൂടുതലായിട്ട് നമ്മുടെ റീറ്റെയിൽ ഡിവിഷൻ്റെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു 2 ഹൈപ്പർ മാർക്കറ്റ്, ഒരു സൂപ്പർ മാർക്കറ്റിൽ അതിലങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് ഹോൾസെയിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ടെൻഷൻ ഫ്രീ ജോബാണ് തോന്നുന്നു ഹോൾസെയിൽ റീറ്റെയിലിനെക്കാട്ടിലും അല്ലേ? അല്ല, ടെൻഷൻ കൂടുതലുണ്ട് അതിൽ. ഹോൾസെയിൽ ടെൻഷൻ കൂടുതലുണ്ട്. വലിയ എമൗണ്ടാണ് പർച്ചേസ്, സെയിൽസ് കാര്യങ്ങളൊക്കെ വരും.
അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. റീറ്റെയിലാണെന്നുണ്ടെങ്കിൽ ആ പേയ്മെൻ്റ് ഒന്നും അത്ര ചെറിയ ചെറിയ എമൗണ്ടുകൾ വരുള്ളൂ, ക്രെഡിറ്റ് പോവില്ല. ഇത് ക്രെഡിറ്റ് പോകാനായിട്ട് കൂടുതൽ ചാൻസുകളുണ്ട് ഹോൾസെയിലിൽ. ഇന്ന് ഇപ്പോൾ ഹോൾസെയിൽ ഡിവിഷൻ സാർ ഉണ്ട്. സാർ ഹോൾസെയിൽ ഡിവിഷൻ ഇവിടെ മാത്രമാണ് ട്രേഡിംഗ് ചെയ്യുന്നത്? UAE മാത്രമല്ല, GCC-യിലുണ്ടോ? ഇപ്പോൾ UAE മാത്രമേ ഉള്ളൂ. UAE മാത്രമാണ്. ഇന്ന് ഒരു ബിസിനസ് മാൻ ആയിട്ട് എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്? ഏകദേശം 14-15 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. 14-15 hours വർക്ക് ചെയ്യുമ്പോൾ പേഴ്സണലായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ 31 years മുമ്പ് വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എനർജി ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് വർക്കൗട്ട്സും നമ്മൾ സെൽഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും ഒരുപാട് സമയം അതിനൊക്കെ വല്ലതും ഒതുക്കാറുണ്ടോ? എക്സസൈസ് ചെയ്യാൻ അത്യാവശ്യം നടക്കാനൊക്കെ പോക്കുണ്ട്, എന്നാലും കുറവാണ്, ശ്രദ്ധിക്കാൻ കൂടുതലായിട്ട് പറ്റാറില്ല. ഓക്കെ, നൗ കമ്മിങ് ടു യുവർ ഓൺ ഫാമിലി. നമ്മൾ പകുതി ജീവിതം നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ ആകുമ്പോൾ മറ്റുള്ള ഒരു പകുതി നമ്മുടെ സ്പൗസും പിള്ളേരുമായിട്ടാണ്. ഭാര്യനെ കുറിച്ചും മക്കളെ കുറിച്ചും പറയും. എനിക്ക് വലിയൊരു സപ്പോർട്ട് തന്നെ ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും. ഏത് കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും മുൻപേ മുതൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. തിരിച്ച് ഓരോ അഭിപ്രായങ്ങൾ കൊടുക്കാറുണ്ട്. അതൊക്കെ അഭിപ്രായം എടുക്കാറുണ്ടോ? അഭിപ്രായം എന്ന് വെച്ചാൽ മോൻ്റെ ഒക്കെ ഇപ്പം അവന് വളർന്നു വരികയാണല്ലോ. അവനിപ്പോൾ പഠിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്നെ മാക്സിമം മറ്റുള്ള സമയങ്ങളിൽ ഫുള്ളായിട്ട് ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്ര? 3 മക്കൾ, 3 ആൺകുട്ടികളാണ്. അവരെന്തൊക്കെയാ ചെയ്യുന്നത്? മൂത്താള് ബിടെക് തേർഡ് ഇയർ ആയിട്ടുണ്ട്, ബിറ്റ്സിൽ പഠിക്കുന്നുണ്ട്. മറ്റു 2 പേര് താഴെയുള്ളവർ ട്വിൻസാണ്. 2 പേരും 10th അവരുണ്ട് ഇംഗ്ലീഷ് സ്കൂളിൽ അൽക്കുസിൽ. ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സാറിൻ്റെ ജനറേഷൻ അവരുടെ ജനറേഷൻ നോക്കുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവും. അവർ ബിസിനസ് ഐഡിയാസ് എന്തെങ്കിലും ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഒരു ബിസിനസ് ഐഡിയാസ് ആയിട്ട് വീട്ടിൽ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. അവർ കുട്ടികളാകുമ്പോൾ അവരുടെ ഫ്രണ്ട്സും കുറേ ബിസിനസ് സർക്കിളിലുള്ള ആളുകളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് മൂത്തമാൻ്റെ. അപ്പോൾ അവർ പല കാര്യങ്ങളും ഷെയർ ചെയ്യും, എടുക്കേണ്ടത് എടുക്കും, അവരോട് പറയേണ്ടത് പറഞ്ഞു കൊടുക്കും. വെരി നൈസ്, ഗ്രേറ്റ് ഡാഡ്. ആൻഡ് നമുക്ക് നമ്മളൊരു കോർപ്പറേറ്റ് വേൾഡിലായിപ്പോയി. ഇപ്പോൾ നമുക്ക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം കുറച്ചെങ്കിലും നമ്മൾ തിരിച്ച് സൊസൈറ്റിക്ക് കൊടുക്കണം എന്നാണ് നിയമം. സാർ എന്തൊക്കെയാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? കഴിയുന്നത്ര എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ രഹസ്യമായി വെക്കാന്നുള്ളതാണ് നമ്മളൊരു പോളിസിയും കൂടെ ഉള്ളത്. രഹസ്യമായിട്ട് ഒരു കൈ ചെയ്യുന്നത് മറ്റൊരു കൈ അറിയരുത് എന്നുള്ളത്. മേ ഗോഡ് എന്താ പറയുന്നത്, ഒരുപാട് പേർക്ക് സാറിൻ്റെ ത്രൂ നല്ലൊരു എന്താ പറയുക സപ്പോർട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന സൊസൈറ്റിയിൽ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തിൽ വേറെ ഒരു സ്ഥലത്ത് ഒരാൾ ഒരു നേരത്തിന് ഭക്ഷണത്തിനും കൂടി ഇല്ലാണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ത്രൂ ഗോഡ് നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് അല്ലേ? ആൻഡ് ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ പരീക്ഷണം മാത്രമല്ല, അനുഗ്രഹങ്ങൾ കൂടുന്തോറും പരീക്ഷണങ്ങൾ കൂടുമല്ലേ, ആ കൂട്ടത്തിൽ പെട്ടാണെന്ന് ഞാൻ കണക്കാണ്. അല്ലാണ്ട് ഇതൊന്നും നമ്മളൊരു കഴിവല്ലല്ലോ, ഓരോ നിയോഗമാണ് നമ്മൾ ജീവിക്കുന്ന നമ്മളൊരു നിമിത്തം മാത്രം. നമ്മളതിൽ മാക്സിമം എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാം. സാറിന് ഇന്ന് നമ്മളൊരു പ്ലാറ്റ്ഫോം കൊടുത്തിരിക്കുകയാണ്. ഇത് പരിപാടി കാണുന്ന ഒരുപാട് പേരുണ്ട്. സാറിൻ്റെ ജീവിതത്തിൽ സാർ ആർക്കെങ്കിലും നന്ദി പറയണമെന്നുണ്ടെങ്കിൽ ഈ സമയം സാറിന് യൂസ് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത വ്യക്തിയാണ് ഇദ്ദേഹം എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും സാറിൻ്റെ ജീവിതത്തിലുണ്ടോ? എനിക്ക് ആദ്യം എൻ്റെ പാരൻസിനോട് തന്നെ അത് ഉണ്ടല്ലോ അല്ലേ, അള്ളാഹിനോടൊന്നും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഭരണാധികാരികളോട് അത് ഒരിക്കലും അത് ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതല്ലേ, അത്രയും സപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ട് നമ്മളുടെ ഇവിടുത്തെ ഭരണാധികാരികൾ. ഏതൊരു കാര്യത്തിനും നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ നടക്കും. അതാണ് ഇവിടെ പ്രത്യേകിച്ച് ദുബൈയുടെ ഏറ്റവും വലിയൊരു സൗകര്യം. അത് ഈ മണ്ണിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇന്റർവ്യൂ എടുക്കുന്ന ഒരുപാട് ബിസിനസ് പീപ്പിളുടെ അടുത്ത് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഹോണസ്റ്റായി ചെയ്യണമെങ്കിൽ ഇവിടെ എങ്ങനെ വിജയിക്കാൻ പറ്റും. അതെ തീർച്ചയായും. അത് പർട്ടിക്കുലർലി മെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട, സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാതെ ഡിസ്ഹോണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഭൂമിക്ക് എന്തോ ഒരു ശക്തിയുണ്ട്. തീർച്ചയായിട്ടും ആ സത്യത്തിന്റെ വിലയാണ് മനസ്സിലാക്കുന്നത്, സത്യത്തിന്റെ വില. അപ്പോൾ നമുക്ക് കൂടാതെ ഇവിടുത്തെ ഭരണാധികാരികളെല്ലാം നമുക്ക് ഏറ്റവും വലിയൊരു നമുക്കൊരു എനർജിയാണ് അതിൽ. ഇവരെന്ത് ചെയ്യുന്നത്, ഇത്രയും എല്ലാ കഴിവും സ്വാധീനവും പ്രാപ്തിയും സമ്പത്തും എല്ലാം ഉണ്ടായിട്ടും ഇവരും എത്രയോ അധികം ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവരെന്തെല്ലാം കാര്യം ചെയ്യുന്നുണ്ട് അല്ലേ, ഒരുപാട്. നമുക്ക് നമ്മുടെ ഒരുപാട് മലയാളികൾക്ക് ഇത് സെക്കൻഡ് ഹോമാണ്. അതെ തീർച്ചയായിട്ടും. ഭൂരിപക്ഷമുള്ള മലയാളികൾ എന്താ പറയുന്നത്, അവര് ജീവിതമാർഗം തേടി എത്തിയത് ഗൾഫാണ്. ഗൾഫ് അവരെ നല്ല രീതിയിൽ വളർത്തിയിട്ടുമുണ്ട്. അതിന് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി കടപ്പാട് ഈ ഭൂമിയോട് നമുക്കുണ്ട്. സാർ എന്തെങ്കിലും അസോസിയേഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും ഗവൺമെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസോസിയേഷൻസിൽ
അറ്റാച്ച്ഡ് ആണോ? ഇല്ല, അങ്ങനൊന്നും ബന്ധപ്പെടാൻ സമയം കിട്ടാറില്ല. കിട്ടാറില്ല. ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയിട്ടുള്ളത്. ഇതുവരെ നല്ല ജോലി തന്നെയായിരുന്നു. അതുകൊണ്ട് സംഘടനയിലൊന്നും പോകാനല്ലോ? എല്ലാവരും വിളിക്കാറുണ്ട്, KMCC അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കുറേ നാൾ വിളിച്ചിട്ട് ചെല്ലാതെ ആവും, പിന്നെ അവർ വിളിക്കാതെ ആവും. വിളിച്ച് ഓരോന്ന് പറ്റില്ല എന്ന് പറയുമ്പോൾ അവരെന്നെ പറ്റില്ല എന്ന് പറയില്ല, വരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ബന്ധപ്പെടാൻ പറ്റില്ല. വളരെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്ന ആരാണ് സാറിന്റെ? എല്ലാവരും ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ്. എല്ലാവരും ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ഒരുപാടുണ്ടോ അവിടെ? ഇല്ല ഇല്ല, കൂടുതലൊന്നുമില്ല. ഫാമിലി തന്നെയാണ് ക്ലോസ് റിലേഷൻ അതെ അല്ലേ? അതെ അതെ, എല്ലാ ബുദ്ധിമുട്ടും വൈഫിനോടും ഫാമിലിയോടും ഷെയർ ചെയ്യാറുണ്ട്. വെരി നൈസ്, എക്സലന്റ്. ഇനിയിപ്പോ ഇത്രയും ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇവിടെ തുടങ്ങിയ താങ്കൾക്ക് നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ള ഐഡിയ ഉണ്ടോ? ഇപ്പോഴത്തെ നിലയ്ക്കില്ല, തീർച്ചയായിട്ടും ഇല്ല. അതെന്താ? ആക്ച്വലി see, when I'm taking interview, I have the great surprise that Malayalis are not trying to start any entity in Kerala. അല്ല, കേരള സംഗതി എല്ലാം കൊണ്ടും നല്ലത് തന്നെ, നമ്മളുടെ നാട് ഇത് തന്നെ. പക്ഷേ ആ സമയം നിയമങ്ങളും ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെയാണ് നല്ലത്. നമ്മുടെ അവിടെ നാട്ടിലില്ലാതെ അങ്ങനെ വേറെ സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ഇതാക്കണം എന്നുള്ളൊരു ഉദ്ദേശമില്ല. ഇവിടെ തുടങ്ങി വെച്ച ഈ സ്ഥാപനങ്ങളും ഈ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ അങ്ങ് കൊണ്ടുപോകുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ വരുന്ന ജനറേഷൻ, ഇന്ന് സാറിൻ്റെ ലൈഫിൽ സാറിന് 3 മക്കളും അവർ ഈ ജനറേഷൻ ചേർന്നവരാണ്. സാറിൻ്റെ എക്സ്പീരിയൻസും സാറിൻ്റെ ലൈഫിൻ്റെ ഒരു നേടിയെടുത്ത ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, അച്ഛൻ പറയുന്നത് ഓക്കെ ആണെങ്കിൽ അതന്നെ ഞാൻ ഡിസൈഡ് ചെയ്ത് ഫോർവേഡ് മൂവ് ചെയ്യും. അത് 1 in 1000 ആണ് കിട്ടുന്നത് അങ്ങനെ. അപ്പോൾ ഈ വരുന്ന നെക്സ്റ്റ് ജനറേഷന് സാറിൻ്റെ അഡ്വൈസ് എന്തായിരിക്കും? അവർ ധാർമ്മിക ബോധത്തോട് കൂടിക്കൊണ്ട് സിൻസിയറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. സിൻസിയറിറ്റി, ദാറ്റ് ഈസ് ദ കീവേഡ്. അതെ അതെ, സിൻസിയറിറ്റി. അതിൽ ഹാർഡ് വർക്ക് ചെയ്യുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, ദൈവത്തിനെ ഓർത്തുകൊണ്ട്. സിൻസിയറിറ്റി, ഹാർഡ് വർക്ക് വിത്ത് ആദ്യം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്യാപിറ്റൽ. അത് തന്നെയാണ്, അതിനുള്ള വേറെ ഒന്നുമല്ല. ഈ 3 ഒഴിവാക്കിക്കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഈ ദുബായിൽ വന്നിട്ട് ഒരുപാട് ബിസിനസ് ചെയ്തവരുടെ ജീവിതം നമ്മൾ കാണുമ്പോൾ ചിലരുടെ ബിസിനസ് ജീവിതം എന്ന് പറയുന്നത് അവർ ഒന്നുമില്ലാതെ പോയവരൊക്കെ ഉണ്ട്. അതിന് കാരണം എന്താണ്? ഇപ്പോൾ നമ്മൾ സാർ നേരത്തെ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100% സക്സീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫെയിലിയർ ആയ ചിലരുടെ ആ ഫെയിലിയറിന് എന്തായിരിക്കും സാറിൻ്റെ നിഗമനത്തിൽ എന്താണ്? എന്തായിരിക്കും അവർ ഫെയിലിയറിനുള്ള കാരണം? അത് മറ്റുള്ളവരൊരു ഇതായിട്ടല്ല, എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് സാധാരണ ഞാനിപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഞാൻ ഓവർ ട്രേഡ് ചെയ്യാറില്ല. എന്നിൽ ഒതുങ്ങി നിൽക്കുന്ന ബിസിനസ് ഞാൻ ചെയ്യാറുള്ളൂ, ചിന്തിക്കാറുള്ളൂ, അത് പ്രവർത്തിക്കാറുള്ളൂ. അതെ, നമ്മളെ കൺട്രോൾ നിന്നുകൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഫെയിൽ ആവില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. നാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? നാട്ടിൽ ബന്ധുക്കളൊക്കെ നാട്ടിലുണ്ടല്ലോ? നാട്ടിലെല്ലാവരും ഉണ്ട്. നാട്ടിൽ മിക്കവാറും പോക്കുണ്ട്, മാസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ പോകാറുണ്ട്. സാറിന്റെ ജീവിതത്തിൽ ഇനി ഒരു വലിയ പ്രത്യേക ഒരു എയിം ഒന്നും ഇല്ല പറഞ്ഞു, ഇപ്പൊ തുടങ്ങി വെച്ച സ്ഥാപനങ്ങൾ അങ്ങ് കൊണ്ടുപോവാന്ന് പറഞ്ഞു. ഇത് നെക്സ്റ്റ് ബിസ്മിന്റെ നെക്സ്റ്റ് ജനറേഷൻ ആരാണ്? മക്കളാണോ അല്ല ടീമാണോ? മക്കളോടൊപ്പമുള്ള ടീമായിരിക്കും. വെരി ദാറ്റ് വാസ് ആൻ എക്സലന്റ് ആൻസർ. മക്കളോടൊപ്പമുള്ള ടീമായിരിക്കും. സോ ടീം എന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ ഒരു എല്ലാ ബിസിനസിന്റെയും എംപ്ലോയി സ്റ്റാഫ് എന്ന് പറയുന്ന ബിസിനസിന്റെ ബാക്ക് ബോൺ ആണ്. ഇപ്പൊ ടോട്ടലി എത്ര എംപ്ലോയീസ് ഉണ്ട് താങ്കൾക്ക്? ഏകദേശം 300ഓളം എംപ്ലോയീസ് ഉണ്ട്. 300ഓളം എംപ്ലോയീസ് ഉണ്ട്. സോ അവര് നമ്മുടെ നാട്ടുകാരാണോ അല്ലെങ്കിൽ മൾട്ടി കൾച്ചറൽ ആണോ? എല്ലാവരും ഉണ്ട്. നമ്മളുടെ നാട്ടുകാരുണ്ട്, പാകിസ്ഥാനികളുണ്ട്, പിന്നെ പഞ്ചാബികളുണ്ട്, ബംഗാളികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഏറ്റവും ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന നാഷണാലിറ്റി എന്ന് പറയുമ്പോൾ ആരായിരിക്കും പറയുന്നത്? നമ്മുടെ നാട്ടുകാർ തന്നെയാണ്, തീർച്ചയായിട്ടും. അതൊരു പ്രത്യേക കഴിവ്. അത് പ്രത്യേകിച്ച് മലയാളീസ്. ഇവിടുത്തെ ഗവൺമെന്റ് മലയാളീസിനെ അംഗീകരിക്കുന്നുണ്ട്. ആൻഡ് ഗവൺമെന്റിൽ നമ്മുടെ മാതൃഭാഷയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. സോ അറബിന് മലയാളീസ് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. സോ നമുക്കെന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ബിക്കോസ് ഓഫ് ദ എന്താ പറയുന്നത് നമുക്ക് കിട്ടിയ ആ കഴിവ് കൊണ്ടായിരിക്കും എല്ലാവരും. സാറിന്റെ ഈ തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 1/2 മണിക്കൂർ നൽകിയതിന് വളരെയേറെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.